നമ്മുടെ കാടകളെല്ലാം തന്നെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന തീറ്റ സ്റ്റാർട്ടറിന്റെ തീറ്റയായിരുന്നു. കൃഷിയുടെ സ്റ്റാർട്ടർ തീറ്റയായിരുന്നു. ഇപ്പോൾ മുതൽ നമ്മൾ ലെയർ തീറ്റ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാടകള് മുട്ടയിട്ട് തുടങ്ങിയതിന് ശേഷം ഏകദേശം കടയിലേക്കുള്ളതും പുറത്തേക്കുള്ളതൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കടയിലേക്ക് നമ്മൾ 2.50 മുതൽ 3 രൂപ വെച്ചാണ് സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കുമ്പോഴും നമ്മൾ 3 രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം നമ്മൾ തീറ്റ ചെലവൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട് ഏത് കമ്പനിയുടെ തീറ്റയാണ് നിങ്ങൾ കൊടുക്കാറുള്ളത് എന്നൊക്കെ. പ്രധാനമായിട്ടും എനിക്കറിയുന്ന 3 കമ്പനികളുള്ളൂ. ഒന്ന് കൃഷിയുടേതും, പിന്നെ എസ്.കെ.എമ്മും, അതുപോലെ ഗോൾഡ് മോറിന്റെ തീറ്റയാണ്. ഞാൻ മുമ്പ് കട വളർത്തിയ സമയത്ത് കൃഷിയുടെ തീറ്റ അങ്ങനെ കിട്ടാനില്ലായിരുന്നു. അന്ന് എസ്.കെ.എമ്മിന്റെ തീറ്റയും അതുപോലെ ഗോൾഡ് മോറിന്റെ തീറ്റയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. കൂടുതലും എസ്.കെ.എമ്മിന്റെ തീറ്റയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്താണ് നമ്മുടെ കേരളത്തില് പ്രളയം നേരിടുകയും ആ സമയമായപ്പം എസ്.കെ.എമ്മിന്റെ തീറ്റ കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പൊ നമ്മള് ഗോൾഡ് മോറിന്റെ തീറ്റയായി കൊടുക്കാൻ തുടങ്ങിയത്. എന്നാൽ പിന്നീട് എസ്.കെ.എം കിട്ടിയപ്പം എസ്.കെ.എം കൊടുക്കാറുണ്ടായിരുന്നു, ഗോൾഡ് മോറും കൊടുക്കാറുണ്ടായിരുന്നു. രണ്ടും നല്ല കുഴപ്പമില്ലാത്ത തീറ്റ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു കമ്പനിയുടെ തീറ്റയാണ് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേറെ കമ്പനിയുടെ തീറ്റ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുട്ടയുടെ എണ്ണത്തിലൊക്കെ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പം ഏകദേശം ഒരു കമ്പനിയുടെ തീറ്റ കൊടുത്ത് പെട്ടെന്ന് നിർത്തി അടുത്ത കമ്പനിയുടെ തീറ്റ കൊടുക്കുമ്പോൾ ഏകദേശം 10-15 ദിവസം നമ്മൾ മുട്ടയുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കാടനെ വളർത്തുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് കമ്പനിയുടെ തീറ്റയാണോ തുടക്കം മുതൽ കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കണം പിന്നീട് അങ്ങോട്ടുള്ള കൊടുക്കേണ്ടത്. ഇതില് എസ്.കെ.എം ആണോ, കൃഷിയാണോ, ഗോൾഡ് മോറാണോ ഏത് ക്വാളിറ്റിയുള്ള തീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ മുമ്പ് കൊടുത്തിരുന്നതാണ് എസ്.കെ.എമ്മും ഗോൾഡ് മോറായിരുന്നു കൊണ്ടിരുന്നത്. ഇത് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കമ്പനിയുടെ തീറ്റയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള തീറ്റ ആവുകയും അതുവഴി നല്ല രീതിയിലുള്ള ഒരു ഉൽപാദനം അല്ലെങ്കിൽ കൂടുതൽ മുട്ട നമുക്ക് ലഭിക്കും. ഞാൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷിയുടെ തീറ്റയാണ്. ഇതുവരെ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ മുട്ടകളൊക്കെ ലഭിക്കുന്നുണ്ട്. പല ആളുകളും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് പല അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. എവിടുന്നാണ് കാട കിട്ടുന്നതെന്നും എങ്ങനെയാണ് വളർത്തുന്നത് നല്ലതെന്നും ഏത് കമ്പനിയുടെ തീറ്റ കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ അറിയുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രകാരം നമ്മൾ കാടനെ എടുക്കുന്ന ഫാമിൽ നിന്ന് അവർ കാടക്കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയും കാട വളർത്താൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ താഴെ അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ ഫാമിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ തരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കാടയെ വളർത്തി നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ്. കാടകൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല ലാഭമുള്ള ഒരു ബിസിനസ്സാണ്. എന്നാൽ പെട്ടെന്ന് ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരികയും പല ആളുകൾക്കും അതൊരു നഷ്ടമായി തരികയും പിന്നീട് കാടയുടെ ബിസിനസ് നിർത്തുകയും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ മുമ്പ് കാടയെ വളർത്തി പിന്നീട് നിർത്താനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തീറ്റയുടെ വില കൂടുകയും